ഇനി മോളുടെ അത്തായും ഉമ്മായും കാണേണ്ടത് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്ന ഒരു മോളെ ആയിരിക്കണം. നമുക്ക് ആരുടെയും സഹായം വേണ്ട. മോൾ അകത്തേക്ക് വരുന്നതിന് മുമ്പുള്ള എല്ലാവരും മോളുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക, കരയാതെ പിടിച്ചു നിൽക്കുക. ജാസ്മിന്റെ വാപ്പ പുള്ളിക്കാരിയുടെ ഇപ്പൊ ലൈവിൽ ഇരുന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് വന്ന് കയറിയ പാടെ. ഇന്നലെ തന്നെ നമ്മൾ വീഡിയോയിൽ പ്രൊഡിക്ട് ചെയ്തിരുന്നു ഇൻഡിവിജ്വൽ ആയിട്ട് നിന്ന് കളിക്കാനായിരിക്കും പുള്ളി ആദ്യം പറയുക എന്നൊരു കാര്യം. പിന്നെ ജാസ്മിന്റെ ലോക്കറ്റ് അത് പുള്ളി ഊരി എടുക്കുന്നുണ്ട്. മോൾക്ക് വേണ്ടാത്ത ഒരു കാര്യവും മോളുടെ കൂടെ വേണ്ട, നല്ല മനസ്സോടെ ഊരിത്ത എന്നാണ് പുള്ളി മെയിനായിട്ട് ജാസ്മിനോട് പറയുന്നത്. ജാസ്മിൻ കരഞ്ഞു കാണിക്കുന്നുണ്ട്, ഒരു കാര്യവുമില്ല. ഇത് ഞാൻ ജാസ്മിന്റെ ഭാഗത്ത് ഒട്ടും തന്നെ നിൽക്കത്തില്ല. ആ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കാം. ജാസ്മിന്റെ അന്തം ഫാൻസിനോടാണ് ഞാൻ പറയുന്നത്. ആ മനുഷ്യന്റെ ഉള്ളിൽ എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സ്വന്തം മോൾ അനാവശ്യമായിട്ട് ബാഗേജുകൾ ചുമക്കുന്നത് പുള്ളിക്ക് സഹിക്കത്തില്ല. സഹിക്കണമെന്ന് ആരും പറഞ്ഞു പോകരുത്, ഞാൻ പറയുകയാണ്. ആരും അങ്ങനെ കമന്റ് ഇട്ട് പോകരുത്. പുള്ളി ചെയ്തതാണ് ഇതിൽ കറക്റ്റ്. പിന്നെ ജാസ്മിന്റെ ഉമ്മായും പുറത്തൊരു ജീവിതം ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ വീണ്ടും കരഞ്ഞൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ലൈവിനകത്ത് ഡ്രാമ പരിപാടികളാണ്, നാടകീയ മുഹൂർത്തങ്ങളാണ്. ഇതോടെ എനിക്കൊരു കാര്യം ഉറപ്പായി, ജാസ്മിനെ പ്രേക്ഷകർ വിജയിപ്പിച്ചില്ലെങ്കിലും ബിഗ് ബോസ് തന്നെ വിജയിപ്പിച്ചിരിക്കും. ഹീറോയിൻ എന്നുള്ള ഒരു അവാർഡൊക്കെ സൂം ചെയ്ത് കാണിക്കുന്നത് കണ്ടു. വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതും ജാഫ്രിക്കയ്ക്ക് ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെന്തായാലും പുള്ളി പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നെ കപ്പ് ആർക്ക് കൊടുക്കണമെന്ന് പ്രേക്ഷകർ പറഞ്ഞാലും അതിന് വിപരീതമായിട്ട് നടക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ജാസ്മിൻ ആണ് ഈ സീസണിന്റെ കപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എഴുതി ഉറപ്പിച്ച പോലത്തെ ഒരു കേസാണ് ഇത്. അതിനുവേണ്ടി അണയറയില് ആഴ്ചകൾക്ക് മുന്നേ ഒരുങ്ങിയ നാടകീയ മുഹൂർത്തങ്ങളായിരിക്കാം ഇതൊക്കെ. നമ്മുടെ ആഫീസ് ഷംഷുദ്ദീൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ സ്ക്രിപ്റ്റിന്റെ അകത്ത് വന്ന കാര്യങ്ങളായിരിക്കാം ആഴ്ചകൾ മുന്നേ തന്നെ. എന്തായാലും ഇതൊക്കെയാണ് ലൈവിനകത്ത്. ഒന്നും പ്രീ പ്ലാൻഡ് അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ജാഫ്രിക്കയുടെ ഭാഗത്ത് തന്നെയാണ്. പ്രീ പ്ലാൻഡ് ആണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. പിന്നെ പുള്ളി പറയുന്നുണ്ട്, പറയുന്നവർ എന്ത് വേണോ പറഞ്ഞോട്ടെ, എനിക്ക് എന്റെ മോളെ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ബിഗ് ബോസ് ഒരു വാർണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്, പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്നിട്ട് പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മറ്റേ അപ്സരെ തല്ലി എന്നൊക്കെയുള്ള ആ ഒരു ഫേക്ക് ന്യൂസ്, സോഷ്യൽ മീഡിയയിലെ ഫേക്ക് ന്യൂസ്, അതൊക്കെ ജാഫ്രിക്ക പറയുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത്. പോയപ്പോ പുള്ളി ആ ഒരു ഫോട്ടോയും ലോകറ്റ് എടുക്കാൻ മറന്നിട്ടില്ല കേട്ടോ. അത് അവിടെ തന്നെ വെക്കുന്നുണ്ട്. അതോടെ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി, അത് സീക്രട്ട് ടാസ്ക് തന്നെയായിരുന്നു. ജാഫ്രിക്കയ്ക്ക് ബിഗ് ബോസ് കൊടുത്ത സീക്രട്ട് ടാസ്ക് ആണ് അത് എടുപ്പിക്കുക എന്നുള്ളൊരു കാര്യം. ഇപ്പം പുള്ളി അല്ലാതെ വേറെ ആരെയും അത് പോയി എടുക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സാബുമോൻ എടുക്കാൻ നോക്കി, എന്നിട്ട് സാബുമോൻ എന്താണ് നേരിട്ടത്? ജാസ്മിൻ കരഞ്ഞു കാണിച്ചപ്പോൾ പുള്ളി അത് തിരിച്ചു കൊണ്ടേ കൊടുത്തു. അപ്പം ആ രീതിയിൽ ഉള്ള ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവിടെ ജാസ്മിനെ കൊടയാൻ പറ്റുന്ന ഏക ഒരു വ്യക്തി ജാഫ്രിക്ക മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പുള്ളി അതിനകത്തേക്ക് കയറ്റി വിട്ട് ഇങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിച്ചത്. എന്തായാലും പൊളിച്ചടിക്കുക കേട്ടോ, എല്ലാം കൊള്ളാം. ലൈവ് പോയി കാണട്ടെ. ബൈ.